എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. HST ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഗ്രാമർ ചോദ്യങ്ങളുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പഠനമൊക്കെ എവിടം വരെയായി? ഉഷാറായിട്ട് പോകുന്നുണ്ടോ? വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. ഓഗസ്റ്റ് 20 എക്സാം നടക്കും. കൃത്യമായ ഒരു റിവിഷൻ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തു പഠിക്കണം. എൻട്രിയിൽ റിവിഷൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. റിവിഷന് മാത്രമായിട്ട് പ്രത്യേക ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ബാച്ചുകളുടെയും കൃത്യമായിട്ടുള്ള പഠനം നടന്നു വരുന്നുണ്ട്. പെൻഡിങ് പോർഷൻസ് വരാതെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ഇനി ശ്രദ്ധിക്കുക. യാതൊരു തരത്തിലുള്ള സിറ്റുവേഷൻസും നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ പഠനത്തെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ചുറ്റുപാടുകൾ തൽക്കാലം പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചുറ്റുപാടുകൾ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ളതും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും ഒക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതെല്ലാം പാടെ മാറ്റി വെച്ചിട്ട് ഇനിയുള്ള 2 മാസം നമ്മൾ ആ ആത്മസമർപ്പണത്തോടു കൂടി തന്നെ ഇരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഈ 2 മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പഠിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താണ് പറയുന്നത്, അതിൻ്റെ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പലിശ അത് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എന്നത്തേക്കുമുള്ളതാണ് എന്നൊരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം. സോ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് പലരുടെയും സ്വപ്നമാണ്. ആ ഗവൺമെന്റ് സർവീസിൽ തന്നെ ഏറ്റവും ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ ടീച്ചർമാരുടെ പോസ്റ്റ് എന്ന് പറയുന്നത്, ടീച്ചേഴ്സ് പോസ്റ്റ് എന്ന് പറയുന്നത്. HSA ഒരു സാധാരണ ജോലിയല്ല, അതൊരു വലിയ ജോലിയാണ്. ആ ജോലിയിൽ എത്തിച്ചേരാൻ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു സമർപ്പണം അത്യാവശ്യമാണ്. അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വഷളാക്കുന്നില്ല. ഞാൻ നിലവാരമുള്ള ചോദ്യപേപ്പർ തന്നെയാണ് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെയ്യിച്ചിരുന്നു. ബാക്കിയുള്ള ടീച്ചേഴ്സ് അവരുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യും. ഗ്രാമർ പ്ലസ് വൊക്കാബുലറി ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഭാഗമാണ്. ഇപ്പോഴത്തെ KS പരീക്ഷയ്ക്ക് പോലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗ്രാമർ വൊക്കാബുലറി 4 വൊക്കാബുലറി മാത്രമാണ് ചോദിച്ചത്. അതേ ആൾക്കാരൊക്കെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നമ്മളൊരിക്കലും അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. ഏറ്റവും നിലവാരം കൂടിയ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ HSTക്ക് വേണ്ടി പ്രതീക്ഷിക്കുമ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകണം. ക്വസ്റ്റ്യൻ അത്രയും എളുപ്പമായിരുന്നാൽ അത്രയും കാര്യം. ഗ്രാമർ നമ്മൾ പഠിപ്പിച്ചതൊക്കെ ചോദിക്കൂ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലെയിൻ ചെയ്യാൻ നല്ല പാടാണ്, എങ്കിലും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള സമയം കൂടി ഞാൻ തരാം. കാരണം നിങ്ങൾക്ക് 20 മാർക്കിൽ എത്ര മാർക്ക് കിട്ടുമെന്ന് സ്വയം ഒന്ന് ചെയ്ത് നോക്കാനും പറ്റും. അതുകൊണ്ട് ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഉത്തരം ഒന്ന് മാർക്ക് ചെയ്യുക, തനിയെ വായിച്ചിട്ട്. അതിനുള്ള സമയം തരും. അതിനുശേഷം മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യൂ. ഓക്കെ, താങ്ക് യു. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇൻസർട്ട് ആർട്ടിക്കിൾസ് വേറെവർ നെസസറി. ഹി ബോട്ട് സ്ട്രേഞ്ച് വിൻറ്റേജ് കാർ ഓൺ ഓപ്ഷൻ ഫ്രം കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഫ്രം കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ആർട്ടിക്കിളിന്റെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഫെമിലിയർ അല്ല. നിങ്ങൾ ചോദിക്കും, ഞാൻ ഈ ക്വസ്റ്റ്യൻ പ്രിന്റ് ചെയ്യാൻ കൊടുത്ത സമയത്ത് അവരും ചോദിച്ചു, സാർ ഇവിടെ ഡാഷ് എവിടെയാണെന്ന് ചോദിച്ചു. ഡാഷ് ഇല്ല. ഇപ്പോഴത്തെ ചോദ്യം അതാണ്, എവിടെയാണ് ആർട്ടിക്കിൾ മിസ്സിംഗ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്യണം. ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഹി ബോട്ട് എവിടെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാനുള്ള സമയം തരാം. ഏതാണ് ശരി ഉത്തരം എന്ന് കണ്ടുപിടിക്കാം. ഹി ബോട്ട് സ്ട്രേഞ്ച് വിൻറ്റേജ് കാർ ഓൺ ഓപ്ഷൻ ഫ്രം കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ്. ഹി ബോട്ട് എ. ഇവിടെ എ വരും. എ വരുന്ന ഓപ്ഷൻസ് 1, 2, 3 ആണ്. പിന്നെ വിൻറ്റേജ് കാർ ഓൺ ഓപ്ഷൻ, ഓൺ ആൻ ഓപ്ഷൻ എന്ന് പറയണ്ട, ഓൺ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മതി. ഫ്രം ദ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ്, ഫ്രം ദ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ്. ആൻസർ കിട്ടി. എ ദ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അപ്പൊ ഇതേ മോഡൽ ആർട്ടിക്കിൾ ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ച് തന്നെ പരീക്ഷയ്ക്ക് പോകണം. നമ്മളാണ് കണ്ടുപിടിക്കുന്നത് എവിടെയാണെന്ന്, എന്നിട്ട് നമ്മൾ ഓപ്ഷനിലോട്ട് നോക്കണം. 2, ചൂസ് ദ സെന്റൻസ് ഇൻ വിച്ച് പ്രിപ്പോഷൻ ഈസ് കറക്റ്റ്ലി യൂസ്ഡ്. എവിടെയാണ് പ്രിപ്പോഷൻ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. ആദ്യമേ അങ്ങ് പറയാം, ഈ ചോദ്യത്തിൽ ഉത്തരവില്ല. പ്രിപ്പോഷൻ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് തെറ്റാണ്. അത് ശരിയാക്കി പറയണം. വേർഡ്സ് അലോങ് വിത്ത് പ്രിപ്പോഷൻ എന്ന് പറഞ്ഞ ഭാഗം നല്ലോണം പഠിക്കണം. ചില വാക്കുകളുടെ കൂടെ ഇന്ന പ്രിപ്പോഷനെ ഉപയോഗിക്കുമെന്ന് ഇംഗ്ലീഷിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ദ പ്രൊഫസർ ഈസ് നൗ ഓക്കുപൈഡ് ഇൻ. തെറ്റ്. ഓക്കുപൈഡിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ വിത്ത് ആണ്. ഓക്കുപൈഡ് വിത്ത്. ദ ഡയറ്റ് ഹിയർ ഈസ് ഡെഫിഷ്യന്റ് ഓഫ്. ഡെഫിഷ്യൻസി ഇൻ ആണ്. ഡെഫിഷ്യൻസി എന്ന് പറയുന്ന വാക്കിന് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ ഇൻ ആണ്, ഓഫ് അല്ല. തെറ്റ്. ഹി അവൈൽഡ് ഹിംസെൽഫ് ഫോർ. തെറ്റ്. അവൈൽഡ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഹിംസെൽഫ് ഉണ്ട്, പിന്നെ ഉപയോഗിക്കുന്നത് ഓഫ് ആണ്. അവൈൽഡ് ഓഫ്, ഫോർ അല്ല. അവൈൽഡ് ഓഫ്. ഹി വാസ് ടോൾഡ് നോട്ട് ടു വറി ഓഫ്. തെറ്റ്. വറി അബൌട്ട്. So, occupied with, deficient in, availed of, worry about. Next.
Improve the underlined portion if it is necessary. Having been confined to their homes for a week, after a leopard was sighted, the villagers grew restless and frustrated. ഹാവിങ് ബീൻ കൺഫൈൻഡ് എന്ന് പറയുന്ന ഭാഗം അണ്ടർലൈൻ ചെയ്തിട്ട് ഇംപ്രൂവ്മെന്റ് വേണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേണ്ടെങ്കിൽ നോ ഇംപ്രൂവ്മെന്റ്. ഇത് തെറ്റുണ്ടോ ഉണ്ടെങ്കിൽ അതിനകത്ത് കറക്റ്റായിട്ട് തിരുത്തി കൊടുക്കുക. ആസ് കൺഫൈൻഡ് ടു എന്നാണോ, ഹാവിങ് ബീയിങ് കൺഫൈനിങ് അറ്റ് എന്നാണോ, ബീയിങ് കൺഫൈൻഡ് ഫോർ എന്നാണോ, നോ ഇംപ്രൂവ്മെന്റ് ആണോ? നമുക്ക് ഒരു കാര്യം അറിയാമെങ്കിൽ കുറച്ച് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത്, കൺഫൈൻഡ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആ. ഇവിടം വരെ നീണ്ടു കിടക്കുന്നു ഈ ഡാഷ്. കൺഫൈൻഡിന് ശേഷം ടു ആ ഉപയോഗിക്കുന്നത്. അത് ശരിയാ. അപ്പൊ ഇത് ശരിയാവാം, ഇത് തെറ്റാവാം, അറ്റ് ഇതും തെറ്റാവാം. നോ ഇംപ്രൂവ്മെന്റും ഉണ്ട്. അപ്പൊ ആസ് കൺഫൈൻഡ് ടു ആണോ, നോ ഇംപ്രൂവ്മെന്റ് ഇരണോ? നമുക്ക് ഒരു കാര്യം അറിഞ്ഞാൽ മതി ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ. ഒന്ന്, കൺഫൈൻഡിന് ശേഷം എപ്പോഴും ഉപയോഗിക്കുന്ന പ്രൊപ്പോഷൻ ടു ആ. സോ ഇനി ആൻസറിലേക്ക് വരാം. ആസ് കൺഫൈൻഡ് ടു എന്നൊരു പ്രയോഗമില്ല. ആസ് കൺഫൈൻഡ് ടു എന്ന് പ്രയോഗമില്ല. ഇതൊരു പെർഫെക്റ്റ് പാർട്ടിസിപ്പൽ കേസാണ്. പാർട്ടിസിപ്പൽ കേസ് എപ്പോഴും ഹാവിങ് എന്നോ ബീയിങ് എന്നോ തുടങ്ങും. അതിനുശേഷം ഉപയോഗിക്കുന്ന വെർബ് V3 ആയിരിക്കും. ബീൻ V3, ഹാവിങ് V3, ഹാവിങ് ബീൻ V3 എന്നുള്ള പ്രയോഗമുണ്ട്. ബീയിങ് ബീൻ എന്നില്ല, ഹാവിങ് ബീൻ എന്നൊരു പ്രയോഗമുണ്ട്. സോ ഈ സെന്റൻസ് കറക്റ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിലും, ഈ സെന്റൻസിനെ കുറിച്ചോ ഈ ഗ്രാമറിനെ കുറിച്ചോ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് കാണും. നമുക്ക് ഉത്തരം എഴുതിയാൽ മതി എങ്ങനായാലും. നമ്മളത് പ്രോപ്പറായിട്ട് മൊത്തം അറിയണമെന്നൊന്നുമില്ല. കൺഫൈൻഡിന് ശേഷം ടു ആണ് വരുന്നതെന്ന് അറിഞ്ഞാൽ 2 ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുക. പിന്നുള്ളത് ആസ് കൺഫൈൻഡ് അല്ല, ഹാവിങ് ബീൻ കൺഫൈൻഡ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ആസ് കൺഫൈൻഡ് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഇല്ല. നെക്സ്റ്റ്, പാർട്ടിസിപ്പൽ ഫ്രേസ് ആണ്. ഡാഷ് ഐ സ്റ്റെപ്ഡ് ഇൻസൈഡ് ദ ഹാൾ, ഐ കുഡ് ഹിയർ ദ സൗണ്ട് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് സിംഗിങ് അലൗഡ്. Dash I stepped inside the hall, I could hear the sound of boys and girls singing aloud. No sooner had, sooner than, hardly, as soon as. ഏതൊക്കെയാ? No sooner had, sooner than, hardly, as soon as. Answer, no sooner had I stepped inside the hall. No sooner വന്നു കഴിഞ്ഞാൽ അടുത്ത ക്ലോസ് ദാനിൽ തുടങ്ങണം. ദാനിൽ ഇടയ്ക്ക് കോമ ഒന്നും വരുത്തില്ല. ഇവിടെ ദാൻ വേണം, അതല്ല. സൂണർ ദാൻ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഇല്ല. പിന്നുള്ളത് ഹാർഡലിയാ. ഹാർഡലി വന്നാലും ഇത് തന്നെ. ഹാർഡലി ഐ സ്റ്റെപ്ഡ് ആറ്റ്, ഹാർഡലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം, ഇവയിൽ ഒരു ക്ലോസ് തുടങ്ങിയാൽ അടുത്ത ക്ലോസ് വെന്ന് വരണം. വെൻ, അവിടെ കോമ വരുന്ന ഭാഗത്ത് വെൻ വരണം. ദാനും വെന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആൻസർ ആസൂണാസ് ആണ്. ആസൂണാസ് എഴുതുന്നത് അങ്ങനെ. ആസൂണാസ് ഐ സ്റ്റെപ്ഡ് ഇൻസൈഡ് ദ ഹാൾ, ഐ കുഡ് ഹിയർ ദ സൗണ്ട് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് സിംഗിങ്. ഞാൻ ആ ഹാളിലേക്ക് കയറിയപ്പോൾ തന്നെ അവർ വിളിച്ചു പോകുന്ന അല്ലെങ്കിൽ അവർ പാട്ട് പാടുന്ന സൗണ്ട് ഞാൻ കേട്ടു എന്നാണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നോസോണറിന് ശേഷം ദാൻ വരും, ആസോണാസിന് ശേഷം അല്ല, നോസോണറിന് ശേഷം ദാനും ഹാർഡലിക്ക് ശേഷം വെന്നും വരും. അത് രണ്ടും ഇല്ലാത്തതുകൊണ്ടാണ് 2 ഉത്തരങ്ങളും തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞത്. അടുത്ത, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. വോളുമിനസ്. വോളുമിനസ് എന്ന് പറയുന്ന വാക്ക് ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. വോളുമിനസ്. വോളുമിനസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വ്യാപ്തി എന്നാണ്. വ്യാപ്തി, ഏരിയ, അതിനെയാണ് ഈ വോളുമിനസ് എന്ന് പറയുന്നത്. ഇതാണ് ശരിയായ സ്പെല്ലിംഗ്. നിങ്ങളൊരു പക്ഷേ കണ്ടുപിടിക്കാൻ സമയമെടുക്കും. VOLUMINOUS, അതാണ് കറക്റ്റ് സ്പെല്ലിംഗ്. ചോദിച്ചിരിക്കുന്ന കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. വ്യാപ്തി എന്നാണ് അർത്ഥം. ദ ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ്സ് ഓഫ് ലിറ്റിൽ വാല്യൂ ഓർ ഇൻ സ്മാൾ എമൗണ്ട് ഈസ് കാൾഡ്. ചെറിയ മോഷണം, ചെറിയ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ്. പലതരത്തിലുള്ള മോഷണമുണ്ട്. തെഫ്റ്റ്, കളവ്, റോബറി, ഹെയ്സ്റ്റ്, പിൽഫറേജ്, ബർഗ്ലറി. ഇതിനകത്ത് ഏതാണ്? ഇതെല്ലാം ഓരോ മോഷണമാണ്. ഹെയ്സ്റ്റും റോബറിയൊക്കെ വലിയ കൊള്ളയാണ്. ഹെയ്സ്റ്റും റോബറിയൊക്കെ. ബർഗ്ലറി എന്ന് പറഞ്ഞാൽ വീട് ഫോഴ്സ് എൻ്റർ ബൈ ഫോഴ്സ്, അതിക്രമിച്ച് കടന്ന് കുത്തി തുറന്ന് കൊള്ളയടിക്കുന്നതിനാണ് ബർഗ്ലറി എന്ന് പറയുന്നത്. പിൽഫറേജ് എന്ന് പറഞ്ഞ അർത്ഥം ചെറിയ ചെറിയ സാധനങ്ങൾ അടിച്ചു മാറ്റുക എന്ന് പറയുന്നത്. അതാണ് സംഭവം. നെക്സ്റ്റ്, ഡാഷ് മീ അബൌട്ട് യുവർ പ്രോബ്ലം, ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. ഡാഷ് മീ അബൌട്ട് യുവർ പ്രോബ്ലം, ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസിന് റിവേഴ്സ് കണ്ടീഷൻ ഉണ്ട്. വുഡ് ഹാവ് ഹെൽപ്ഡ് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഹാഡ് പ്ലസ് V3 വന്നിരിക്കണം. ഹാഡ് പ്ലസ് V3. ഇഫ് ഇല്ലാതെ ഇഫ് ക്ലോസ് എഴുതാം. ഇവിടെ ഇഫ് ഇല്ല. ഇഫ് യു ഹാവ് വരത്തില്ല, ഹാഡ് ടോൾഡ് ആ വരണ്ടേ, തെറ്റ്. ഇഫ് യു വുഡ് ഹാവ് വരത്തില്ല, ഹാഡ് വരണം. ഹാഡ് പ്ലസ് V3 വരുന്ന 2 കേസേ ഉള്ളൂ. ഹാഡ് യു ടോൾഡും ഹാഡ് യു ബീൻ ടോൾഡും. ഹാഡ് പ്ലസ് V3 വന്നാൽ മതി. ബീൻ V3 ആ, ടോൾഡും V3 ആ. എന്തിനാണ് 2 V3? തെറ്റാ. ഹാഡ് യു ടോൾഡ്.
ഇനി എന്തുകൊണ്ട് ഹാഡ് യു ടോൾഡ്, ഞാൻ പറയുന്നത് മനസ്സിലാവണം. ഇഫ് യു ഹാഡ് ടോൾഡ് എന്നല്ലേ വരേണ്ടത്. ഈഫിന്റെ മൂന്നാമത്തെ കണ്ടീഷൻ ആകുമ്പോൾ ഇഫ് യു ഹാഡ് ടോൾഡ് എന്നാണ് വരേണ്ടത്. എന്നിട്ട് എന്താണ് ഹാഡ് യു ടോൾഡ് എന്ന് എഴുതിയത്? അതിന്റെ കാരണം ഹാഡ് പ്ലസ് വി ത്രീ ആണ്. ഹാഡ് യു ടോൾഡ്, അതായത് ഇഫ് യു ഹാഡ് വർക്ക്ഡ്, ഈ പ്രയോഗത്തെ ശ്രദ്ധിച്ചു കേൾക്കണം. ഇഫ് യു ഹാഡ് വർക്ക്ഡ് എന്നാണ് യഥാർത്ഥ പ്രയോഗമെങ്കിലും അതിനെ ഹാഡ് യു വർക്ക്ഡ്, എന്താണ് ഹാഡ് യു വർക്ക്ഡ് എന്ന് എഴുതാം, തെറ്റില്ല. ഹാഡ് യു വർക്ക്, രണ്ടും ഒരേ അർത്ഥമാണ്. നീ വർക്ക് ചെയ്തിരുന്നെങ്കിൽ എന്ന അർത്ഥം കിട്ടും. നീ വർക്ക് ചെയ്തിരുന്നെങ്കിൽ എന്ന അർത്ഥം കിട്ടും. ആൻസർ ഹാഡ് യു ടോൾഡ് എന്നാണ്. നെക്സ്റ്റ്, ഐ മെറ്റ് ദ ടു ഗേൾസ് ഡാഷ് ട്വിൻ സിസ്റ്റേഴ്സ്. ഐ മെറ്റ് ദ ടു ഗേൾസ് ഡാഷ് ട്വിൻ സിസ്റ്റേഴ്സ്. ഓക്കെ, ഇത് ഉത്തരം കണ്ടുപിടിക്കാൻ നല്ല പാടാണ്. പക്ഷെ ഇതിന്റെ എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും. ഹൂ ടു മൈ ബിലീഫ് ആർ, ഹൂ ഐ ബിലീവ് ഇറ്റ് ടു ബി ആർ, ബിലീവ് ഇറ്റ് ടു ബി, ഹും ഐ ബിലീവ് ആർ, ഹൂ ഐ ബിലീവ് ആർ എന്നാണ്. ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യം നമുക്ക് അറിയത്തില്ല, ഇതിന്റെ ഒരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഐ മെറ്റ് ദ ടു ഗേൾസ്, ടു ഗേൾസ് പ്ലൂറലാ, അറിയാവുന്ന കാര്യം പറഞ്ഞുതരാം, പ്ലൂറൽ. അതുകൊണ്ട് ആർ വരും, ആർ ആർ ആർ, ബി വിട്ടേക്കുക. ടു ബി എന്നുള്ള പ്രയോഗമൊന്നുമില്ല, ബിലീവ് ഇറ്റ് ടു ബി എന്നുള്ള പ്രയോഗമൊന്നുമില്ല. ഓക്കെ, ആ ആറ് വരുന്ന ഏത് ഒരെണ്ണമാണ്? ഇനി നമുക്ക് നോക്കാം. ഐ മെറ്റ് ദ ടു ഗേൾസ്, ഹും ഐ ബിലീവ് ആർ ഉണ്ട്, ഹൂ ഐ ബിലീവ് ഉണ്ട്, ഹൂ ഉണ്ട്, ഹും ഉണ്ട്. മുമ്പിൽ പേഴ്സണും ശേഷം ആർ വെർബും വന്നാൽ ഹൂവാ. പഠിച്ചാണോ? റിലേറ്റീവ് പ്രൊനൗണിന്റെ മുമ്പിൽ ഒരു ഗേൾസ് പേഴ്സണും ശേഷം ആർ ഓക്സിലറി വെർബോ വന്ന ഹൂ ആണ്. അപ്പൊ ഹുമ്മും വരുത്തില്ല. അപ്പൊ രണ്ടെണ്ണം നമ്മൾ വെട്ടി. പിന്നുള്ളത് ഹൂ ടു മൈ ബിലീഫ് ആറും ഉണ്ട്, ഹൂ ഐ ബിലീവ് ആറും ഉണ്ട്. ഹൂ ടു മൈ ബിലീഫ് എന്നുള്ള പ്രയോഗം ഇല്ല, തെറ്റാണ്. ആൻസർ ഹൂ ഐ ബിലീവ് ആർ. ഐ മെറ്റ് ദ ടു ഗേൾസ് ഹൂ ഐ ബിലീവ് ആർ ട്വിൻ സിസ്റ്റേഴ്സ്, അങ്ങനെയാണ് വരുന്നത്. ഹൂ ഐ ബിലീവ്, ആരാണോ ഞാൻ വിശ്വസിക്കുന്നത്, കോമ ആർ ട്വിൻ സിസ്റ്റേഴ്സ് എന്നാണ്. സൂപ്പർ ചോദ്യമാണത്. There are several explanations for this relaxed or dash attitude. Complicant, complacent, complacent, both B and C. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചത്. കോംപ്ലിക്കന്റ് എന്ന് പറയുന്ന വാക്ക് കോംപ്ലിക്കന്റ് ആണ്, കോംപ്ലിക്കേഷൻസ്, അത് വിട്ടേക്കുക. അവന്റെ എന്തോ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് പറയുന്നത്. കംപ്ലസന്റ് എന്ന് പറഞ്ഞാൽ ഓവർ കോൺഫിഡന്റ് ആണ്. ഓവർ കോൺഫിഡന്റ് ഒരു ആറ്റിറ്റ്യൂഡാണ്. ഓവർ കോൺഫിഡന്റ് എന്ന് പറയുമ്പോൾ അതൊരു ആറ്റിറ്റ്യൂഡാണ്, സംശയിക്കേണ്ടത്. കംപ്ലൈസന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈഗർ ടു പ്ലീസ്, മറ്റുള്ളവരെ എളുപ്പത്തിൽ ഈഗർ ടു പ്ലീസ് ആണ്. അതായത് അവനെ എളുപ്പത്തിൽ സന്തോഷിപ്പിക്കാം, അതാണ് ഒരാളെ എളുപ്പത്തിൽ ഓവർ കോൺഫിഡന്റ്, ഈഗർ ടു പ്ലീസ്. സത്യം പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേരും. There are several explanations for this relaxed or complacentും പറയാം, കംപ്ലൈസന്റും പറയാം, ഈഗർ ടു പ്ലീസ് ആറ്റിറ്റ്യൂഡും പറയാം, ഓവർ കോൺഫിഡന്റ് ആറ്റിറ്റ്യൂഡും പറയാം. ഇത് രണ്ടും ശരിയാണ്. ബി ആൻഡ് സി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇതാണ് ശരി ഉത്തരവായിട്ട് വരുന്നത്, ബോത്ത് ബി ആൻഡ് സി. 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഫ്രേസ് അവൻ ഗ്രേഡ്? സൂപ്പർ ചോദ്യമാണ്. ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്, നല്ല നിലവാരമുള്ള വൊക്കാബുലറി. അവൻ ഹൈഫൻ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഇന്നോവേറ്റീവ് ആൻഡ് എക്സ്പെരിമെന്റൽ ഓർ ന്യൂ ആൻഡ് എക്സ്പെരിമെന്റൽ എന്നാണ് അർത്ഥം. അവൻ ഹൈഫൻ ഗ്രേഡ് എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ അർത്ഥം ന്യൂ ആൻഡ് എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആൻഡ് എക്സ്പെരിമെന്റൽ. അർത്ഥം പറഞ്ഞിരേണ്ട കാര്യമില്ലല്ലോ. രാജു അലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഡൽഹി ടു അറ്റൻഡ് എ ഫാമിലി ഫംഗ്ഷൻ. രാജു സബ്ജക്റ്റ് ആയിട്ട് വരുന്നു, എലോങ് വിത്ത് വരുന്നു. When two or more singular subjects or plural subjects are connected by along with, the verb agrees with the very first subject. രാജുവിനനുസരിച്ച് മാറും. എലോങ് വിത്ത് ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് രണ്ട് സബ്ജക്റ്റിനെ അനുസരിക്കത്തില്ല, ആദ്യത്തെ സബ്ജക്റ്റിനെ മാത്രം അനുസരിക്കും. രാജു ആണ്, രാജുവിന്റെ കൂടെ സിംഗുലർ വരും, വില്ല് വരത്തില്ല, ആറ് വരത്തില്ല. ഗോസും വരാം, ഈസ് ഗോയിങ്ങും വരാം. ഗോസും സിംഗുലറാ, ഈസ് ഗോയിങ്ങും വരാം. രണ്ടും ഫ്യൂച്ചറിനെ കാണിക്കും. രാജു അലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഗോസ് എന്നും പറയാം, രാജു അലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഈസ് ഗോയിങ് ടു എന്ന് പറയാം. ശരി ഉത്തരം ഈസ് ഗോയിങ് ടു ആണ്. എന്തുകൊണ്ട് ഗോസ് വരത്തില്ല? അതൊരു ചോദ്യമാണ്. രണ്ട് ഫ്യൂച്ചറിൽ പറയാമല്ലോ. ഗോസ് ടു ഡൽഹി എന്ന് പറഞ്ഞാൽ എന്തുവാ കുഴപ്പമുണ്ട്. ഗോസ് എന്ന് പറയുമ്പോൾ അതൊരു ഫാക്റ്റ് ആയിട്ട് പറയും. അതായത് നമ്മൾ പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഹബിച്വൽ ആക്ഷൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. എപ്പോഴും പോകും എന്ന അർത്ഥമാവും. ഇവിടെ ടു ഡൽഹി ടു അറ്റൻഡ് ഫാമിലി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഗോസ് വരുമ്പം അതിനൊരു സിമ്പിൾ പ്രസന്റ് ടച്ച് കൊടുത്താൽ ഹബിച്വൽ ആക്ഷൻ ആയി പോകും. എല്ലായ്പ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ ചെയ്യും. ഫാമിലി ഫംഗ്ഷന് വേണ്ടി എല്ലായ്പ്പോഴും പോകുമെന്ന് അർത്ഥം വരും. എന്നാൽ ഈസ് ഗോയിങ് ടു എന്ന് പറയുമ്പം അത് ഫ്യൂച്ചർ തന്നെയാണ്, പോകുന്നു എന്ന് പറയുന്നത്. ഹി ഈസ് കമ്മിങ്, അവൻ വരുന്നു എന്ന് പറയുന്ന പോലെ. ചൂസ് ദ സിനോണിം ഓഫ് പെർനീഷ്യസ്. പെർനീഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഹാംഫുൾ എന്നാണ്.
പെർനീഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഹാംഫുൾ, അതേ അർത്ഥം വരുന്ന വാക്കാണ്. ഇനോക്കോസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഹാംലെസ് എന്നാണ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഇതിന്റെ ആന്റോണിമാണിത്. ഡെട്രിമെന്റൽ, പെറിലസ്, ഈ രണ്ട് വാക്കിന്റെ അർത്ഥം ഹാംഫുൾ എന്നാണ്. ഈ രണ്ട് വാക്കിന്റെ അർത്ഥം ഹാംഫുൾ, അപകടകരമായ അല്ലെങ്കിൽ ദോഷകരമായ എന്ന അർത്ഥമാണ്. സോ ദ ആൻസർ ഈസ് 2 and 3. മനസ്സിലായോ? പെർനീഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് അതിന്റെ ഓപ്പോസിറ്റും, ഇത് രണ്ടും അതിന്റെ അർത്ഥവുമാണ്. രണ്ടും ഹാംഫുൾ എന്നാണ് അർത്ഥം. 13ാമത്തെ ചോദ്യം, ചൂസ് ദ വേർഡ് വിച്ച് നോട്ട് ആൻ ആന്റോണിം ഓഫ് ഗ്രോട്ടസ്ക്യൂ. ഗ്രോട്ടസ്ക്യൂ എന്ന് പറയുന്ന വാക്ക് പരിചയമില്ലാത്ത ആരും കാണത്തില്ല. എന്ന് പറഞ്ഞ അർത്ഥം പെക്യുലിയർ, അൺനാച്ചുറൽ, അസാധാരണമായതിനെയാണ്, ഡിഫറൻ്റ് ആയതിനെയാണ് നമ്മൾ ഗ്രോട്ടസ്ക്യൂ എന്ന് പറയുന്നത്. സോ അതിന്റെ അർത്ഥമാണ് പെക്യുലിയർ, അത് അതിന്റെ ഓപ്പോസിറ്റ് അല്ല. ആദ്യം തന്നെ ഉത്തരം കിട്ടി, പെക്യുലിയർ ആണ് കറക്റ്റ്. നോട്ട് ആൻ ആന്റോണിം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് പെക്യുലിയർ എന്ന് വെച്ചാൽ അർത്ഥം. ബാക്കി രണ്ടെണ്ണം മണ്ടൈൻ, കോഷഡിയൻ, ഈ രണ്ട് വാക്കുകൾ യഥാർത്ഥത്തിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. വെച്ചാൽ സാധാരണമായ, പെക്യുലിയർ അല്ലാത്ത, ആവർത്തിച്ചു വരുന്ന എന്നൊക്കെ അർത്ഥമാണ്. സോ ആൻസർ കിട്ടി. നെക്സ്റ്റ്, ട്രിഗണോമെട്രി ഹാസ് ബീൻ ടോട്ട് ബൈ ഹിം ഫോർ ഡോങ്കീസ് ഇയേഴ്സ്. ഈ ചോദ്യമായിരുന്നു എല്ലാവരെയും കുഴച്ചൊരു ചോദ്യം. കാരണം ഇതിന്റെ വോയിസ് മാറ്റാനാണ് പറഞ്ഞത്. ഹാസ് ബീൻ ടോട്ട് വരുമ്പം നമുക്കറിയാം ഹാസ് ബീൻ ടോട്ട് എന്നുള്ളത് പാസീവ് വോയിസ് ആണ്. അതിന്റെ ആക്റ്റീവ് വോയിസ് ആയിട്ട് വരേണ്ടത് ഹാസ് ടോട്ട് എന്നാണ്. വളരെ ഒരു നല്ല കൗതുകമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹാസ് ടോട്ട് എന്ന് ഉത്തരത്തിലുണ്ടോ? അതാണ് ശരി. ഹാസ് ടോട്ട് വന്നാൽ മാത്രമേ പാസീവിൽ ഹാസ് ബീൻ ടോട്ട് വരൂ. ചോദ്യം വോയിസ് ആണ്. ഇത് പാസീവും ആക്റ്റീവും തിരിച്ചാന്നിരിക്കുന്നത്. പാസീവിനെ ആക്റ്റീവ് ആക്കാനാണ്. പക്ഷെ നമ്മൾ നോക്കിയേ, ഹാഡ് ബീൻ ടീച്ചിങ് വെട്ടിക്കളയാം, ടെൻസ് മാറത്തില്ല. ഒരിക്കലും ആക്റ്റീവ് പാസീവ് വോയിസിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലെ കൂടി ടെൻസ് മാറത്തില്ല. ഇത് തെറ്റാ. പിന്നുള്ളത് ഹാസ് ബീൻ ട്രിഗണോമെട്രി ടീച്ചിങ്, തെറ്റ്. കാരണം നമുക്ക് ഓരോ ഓപ്ഷനും ഡിലീറ്റ് ചെയ്യാം. എങ്ങനെയെന്നറിയാം? ഈ പാസീവ് വോയിസിൽ എപ്പോഴും V3 ആ വരുന്നത്. V3 ടീച്ചിങ് V3 അല്ല. അപ്പൊ ടീച്ചിങ് വരുന്ന എല്ലാം വെട്ടിക്കളയാം, ടോട്ടാ വരണ്ടേ. പിന്നുള്ളത് ഹാസ് ബീൻ ടോട്ട്, ഇതാ വരുന്നത്. ഹാസ് ബീൻ ടോട്ട് ട്രിഗണോമെട്രി ഫോർ ഡോങ്കീസ് ഇയേഴ്സ്. അതവിടെ നിൽക്കട്ടെ. പിന്നുള്ളത് ഹാസ് ബീൻ ടീച്ചിങ് ട്രിഗണോമെട്രി ഫോർ ഡോങ്കീസ് ഇയേഴ്സ്. ഇതും സംഭവം സെയിം തന്നെ അല്ലേ? പാസീവാ ഇതും പാസീവാ. ചോദിച്ചിരിക്കുന്ന ആക്റ്റീവാ. ഹാസ് ബീൻ ആക്റ്റീവ് വരണ്ടേ എന്തുവാ? ഹാസ് ടോട്ടാണ്. ഈ 3 ഓപ്ഷനിലും ഹാസ് ടോട്ട് ഇല്ല. അൺഫോർച്ചുനേറ്റ്ലി 4ാമത്തതിലും ഇല്ല. പക്ഷേ ഹാസ് ബീൻ ടീച്ചിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ആദ്യത്തത് പാസ്റ്റ് ആയതുകൊണ്ട് ഒഴിവാക്കി, രണ്ടാമത്തത് ING വന്നുകൊണ്ട് ഒഴിവാക്കി, മൂന്നാമത്തത് ഹാസ് ബീൻ ടോട്ട് പാസീവ് തന്നെ ആയതുകൊണ്ട് ഒഴിവാക്കി. ചോദിച്ചിരിക്കുന്ന ആക്റ്റീവാ. സോ ഹാസ് ബീൻ ടീച്ചിങ് ആക്റ്റീവാ. ആക്റ്റീവ് ആയതുകൊണ്ട് മാത്രം ഇതിന്റെ പാസീവ് ഇതാകുമോ? ആകും. ഹാസ് ടോട്ട് എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ പാസീവാണ് ഹാസ് ബീൻ ടോട്ട്. എന്നാൽ ഹാസ് ബീൻ ടോട്ട്, ഹാസ് ബീൻ ടീച്ചിങ് എന്ന് പറയുന്ന പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പാസീവായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് പാസീവ് ഇല്ലെന്നാണ് പറയുന്നത്. എങ്കിലും മീനിങ് സൈഡ് വെച്ച് നോക്കുമ്പം ശരിയാണ്. ഓക്കെ, ഫോർ ഡോങ്കീസ് ഇയേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു പിന്നെ പ്രസന്റിലും പാസ്റ്റിലും ഫ്യൂച്ചറിലും നടക്കുന്ന ഒരു കാര്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് പറയുന്നതിൽ തെറ്റില്ല. നെക്സ്റ്റ്, എന്റെ കാരണം ഞാൻ പറയട്ടെ. ഇപ്പം ഐ ഹാവ് നോൺ ഹിം ഫോർ 5 years എന്ന് പറയത്തില്ലയോ? ഐ ഹാവ് നോൺ ഹിം ഫോർ 5 years. ഇപ്പൊ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years എന്ന് പറഞ്ഞാൽ എന്തോ? ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years എന്ന് പറഞ്ഞാൽ എന്തോ? അതൊരു പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാ. ഞാൻ വർഷങ്ങളായിട്ട് 5 വർഷമായിട്ടുള്ള ജോലി ചെയ്ത് വരുന്നു. ആ 5 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്നാൽ ഐ ഹാവ് നോൺ ഹിം ഫോർ 5 years എന്ന് പറഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റാ. പക്ഷെ അവിടെ ഫോർ 5 years എന്ന് പറയുന്നുണ്ട്. എന്തോ അതിന്റെ അർത്ഥം? 5 വർഷമായിട്ട് എനിക്ക് ഇവനെ അറിയാവുന്ന. പക്ഷെ എന്തുകൊണ്ട് ഐ ഹാവ് ബീൻ നോയിങ് എന്ന് പറയാഞ്ഞ്? അതിന്റെ കാര്യം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ഹാവ് ബീൻ നോയിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസിൽ ഉപയോഗിക്കത്തില്ലെന്ന് മാത്രമല്ല, ഈ അർത്ഥം കുറച്ചുകൂടെ ശരിയാവുന്നത് ഐ ഹാവ് നോൺ എന്ന് പറയുമ്പോഴാണ്. കാരണം ആ ആക്ഷൻ ഇപ്പോഴും എഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ കണ്ടാൽ മതി ഇതിനെ. ഹാസ് ബീൻ ടോട്ട് എന്ന് പറയുന്നത് ഹാസ് ടോട്ടിൻ്റെതാണെങ്കിലും ഹാസ് ബീൻ ടീച്ചിങ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഈ രണ്ടും അർത്ഥമായിട്ട് വലിയ വ്യത്യാസമില്ല. സോ ഇതിന്റെ പാസീവായിട്ട് ഇതിനെ പറയാം. നെക്സ്റ്റ്, എഡിറ്റ് ആൻഡ് പങ്ക്ച്വേറ്റ് ദ ഗിവൻ സെന്റൻസ്. ഇപ്പൊ എപ്പോഴും ചോദിക്കുന്നുണ്ട് എഡിറ്റും പങ്ക്ച്വേറ്റ് രണ്ടും കൂടെ ചോദിക്കുന്നത്. തെറ്റുണ്ട് തിരുത്തണം. അപ്പോൾ താഴെ നോക്കുമ്പോൾ നമുക്കറിയാം പങ്ക്ച്വേഷനും കറക്റ്റ് ചെയ്യണം. ഹി ഈസ് വിംസിക്കൽ ബൈ നേച്ചർ. നോ വൺ ക്യാൻ സീക്ക് ആൻ എക്സ്പ്ലനേഷൻ ഫ്രം ഹിം ഫോർ ഹിസ് അബ്സേർഡ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം.
He is whimsical by nature. No one can seek an explanation from him for his absurd attitude towards others. എവിടെയാണ് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടതെന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇതാ 2 സെന്റൻസ് ആയിട്ട് മുറിച്ചങ്ങ് എഴുതിയാൽ മതി. He is whimsical by nature. ഫുൾ സ്റ്റോപ്പ്. No one can seek an explanation from him for his absurd attitude towards others. അത് ഒറ്റ സെന്റൻസ് ആണ്. അതിന്റെ ഇടയ്ക്ക് ഒരു പങ്ക്ച്വേഷൻ മാർക്കിന്റെ ആവശ്യമില്ല. ബാക്കിയെടുത്ത് നോക്ക്, ആവശ്യമില്ലാത്ത പങ്ക്ച്വേഷൻ മാർക്ക് ഇട്ട് കൊളവാക്കി വെച്ചിരിക്കുക. He is whimsical by nature. No one seek an explanation from him for his absurd attitude towards others. He is whimsical by nature. No one can seek an explanation from him for his absurd attitude towards others എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഇതാണ്, ബി ആണ് റൈറ്റ് ഓപ്ഷൻ. Amid the lockdown and travel bans triggered by the 2019 novel coronavirus outbreak in China, fears have been expressed about their impact on the health of the global economy. കാണുമ്പോൾ വലിയ സംഭവം തോന്നും. ഈ സെന്റൻസിനകത്തൊരു തെറ്റുണ്ട്. ഇത് വായിക്കുമ്പോൾ കൺഫ്യൂഷൻ തോന്നിക്കേണ്ടത് മുറിച്ചു കൊടുത്തിട്ടുണ്ട്. Amid the lockdown and travel bans, impact on the health on the global economy, expressed about their impact, no error. ഈ 3 ഭാഗത്ത് തെറ്റുണ്ടോ? ഇല്ലെങ്കിൽ നോ എറർ എഴുതാം. തെറ്റ് വരുന്നത് ഈ 3 ഭാഗത്താണ്. ഇതിനകത്ത് തെറ്റില്ലെങ്കിൽ നോ എറർ എഴുതാം. അതിനകത്ത് മൊത്തം വായിച്ചു നോക്കണം. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? Amid the lockdown and travel bans triggered by the 2019 novel coronavirus outbreak in China, fears have been expressed about their impact on the health of the global economy. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഒരു അവസരം തരാം. തെറ്റ് താണ്ട് ഇതിനകത്താണ്. എക്സ്പ്രസ്ഡ് അബൌട്ട് ദെയർ ഇമ്പാക്ട്. ഒരു കുഞ്ഞ് തെറ്റാ, ഒരു വളരെ വളരെ നിസ്സാരമായൊരു തെറ്റാ. കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്താണ് തെറ്റ്? തെറ്റ് തിരുത്താനൊന്നും നിങ്ങൾ പോകണ്ട. തെറ്റ് തിരുത്താൻ അറിയാമെങ്കിലല്ല നമ്മളത് കണ്ടുപിടിക്കത്തുള്ളൂ, തെറ്റ് കണ്ടുപിടിക്കത്തുള്ളൂ. പറയാമോ? കൊറോണ വൈറസിനെ കുറിച്ചാണ് പറയുന്നത്. സോ ദെയർ പറയുമോ? ഇല്ല. പ്രോനോണിലാ മിസ്റ്റേക്ക്. ഇറ്റ്സ്. ഞാനതാ പറഞ്ഞേ, മല പോലെ വന്നത് എലി പോലെ പോയെന്ന് പറയും. കാണുമ്പോൾ നിങ്ങളെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യിക്കും. ചിലപ്പോൾ പരീക്ഷകളിരിക്കുമ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരാം. പക്ഷെ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിരിക്കും. വലിയൊരു സെന്റൻസ് തന്നു. ഈ സെന്റൻസ് തന്നു എന്തിനാ? ഇത് വായിക്കാതെ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന്റെ 3 ഭാഗമായിട്ട് മുറിച്ച് തന്നിരിക്കുക. അതിനകത്ത് ഇതാണ് തെറ്റ്. നെക്സ്റ്റ്, ഇഫ് സമ്മൺ ഈസ് ഔട്ട് ഓഫ് ദ വുഡ്സ്. കേട്ടിട്ടുണ്ടോ? ഈ അടുത്ത സമയത്ത് ചോദിച്ച എല്ലാ പരീക്ഷകളിലും ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. KS ചോദിച്ചത് സ്പിൽ ദ ബീൻസ്. സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ സത്യം പുറത്താകുക, റിവീൽ ചെയ്യുക, രഹസ്യം പുറത്താകുക. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ പൂച്ച പുറത്താകുക. ഇനി പറ, ഹി ഓർ ഷീ ഈസ് നോട്ട് മെച്ചർ ഇനഫ് ടു ടേക്ക് ഡിസിഷൻസ് വൈസ്ലി. അല്ല, ഞാനങ്ങ് പറഞ്ഞുതരാം, നിങ്ങൾ കണ്ടുപിടിച്ചോ. ഔട്ട് ഓഫ് ദ വുഡ്സ്, വലിയൊരു അപകടം തരണം ചെയ്യുക. അതിനെയാണ് ഔട്ട് ഓഫ് ദ വുഡ്സ് എന്ന് പറഞ്ഞാൽ വുഡ്സ്, കാട്ടിൽ നിന്നും പുറത്തു വരിക, വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുക. അതിനെയാണ് എസ്കേപ്പ് ഫ്രം എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. എസ്കേപ്പ് ഫ്രം എ ഡേഞ്ചറസ് സിറ്റുവേഷൻ, ഔട്ട് ഓഫ് ദ വുഡ്സ്. എപ്പോഴും ചോദിക്കും കേട്ടോ ഇഡിയോമാറ്റിക്. എല്ലാം പഠിച്ചോണം. നെക്സ്റ്റ്, ഡെൻഡ്രോളജി വുഡ്സ. കാടുകളെ കുറിച്ചുള്ള പഠനമാണ് ഡെൻഡ്രോളജി. എപ്പിസ്റ്റമോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? സ്റ്റഡി ഓഫ് നോളജ്, അറിവിനെ കുറിച്ചുള്ള പഠനമാണ്. ഓപ്ഷൻ സി. ആൻ എക്കണോമിക് ക്രൈസിസ് കുഡ് ഡാഷ് ദ ഗവൺമെന്റ്. ഒരു സാമ്പത്തിക പ്രതിസന്ധി ഒരു ഗവൺമെന്റിനെ മറിച്ചിടുക, ബ്രിങ് ഡൗൺ. ഒരു ഗവൺമെന്റ് വീഴുക, ബ്രിങ് ഡൗൺ എന്നാണ് പറയുന്നത്. ബ്രിങ് ഡൗൺ എന്ന് പറയുന്ന വാക്കിന് റെഡ്യൂസ് എന്നൊരു അർത്ഥമുണ്ട്. അതേപോലെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഇവിടെ, മറിച്ചിടുക, ഗവൺമെന്റിനെ മറിച്ചിടുക. നെക്സ്റ്റ്, ദ പ്ലൂറൽ ഓഫ് അർമാമെന്റേറിയം. അർമാമെന്റേറിയം എന്ന് പറഞ്ഞാൽ ആയുധമായിട്ട് ബന്ധപ്പെട്ട വാക്ക്, ആംസ്. ആയുധമായിട്ട് ബന്ധം. ഈ അക്വേറിയം എന്ന് പറയുന്ന വാക്കറിയാം? അക്വേറിയം എന്ന് പറയുന്ന വാക്ക് പോലെ ഒരു പ്രയോഗം അക്വേറിയം. UM അവസാനിക്കുന്ന വാക്കിന് 2 പ്ലൂറൽ ഉണ്ട്. ഒന്നുകിൽ UMന്റെ കൂടെ S ചേർക്കുക, അല്ലെങ്കിൽ ആ UM മാറ്റി A ആക്കുക. അതായത് അക്വേറിയത്തിന് അക്വേറിയംസും പ്ലൂറലാണ്, അക്വേറിയായും പ്ലൂറലാണ്. 2 പ്ലൂറൽ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റേഡിയംസും പ്ലൂറലാണ്, സ്റ്റേഡിയായും പ്ലൂറലാണ്. സോ അർമമെന്റേറിയത്തിന്റെ പ്ലൂറൽ പറയാമോ? അർമമെന്റേറിയംസും ഉണ്ട്, അല്ലെങ്കിൽ UM മാറ്റി അർമമെന്റേറിയ. ആൻസർ ഇത് ശരിയാ, ഇതും ശരിയാ. ഇത് തെറ്റ്. അർമമെന്റേറിയാസ് എന്ന് പറയത്തില്ല. പ്ലൂറൽ ആക്കുമ്പോൾ UMS എന്നേ പറയത്തുള്ളൂ. സോ ഓൺലി 1 and 2 is the right answer. Okay. സോ ഇനി മോഡൽ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുന്നില്ല, ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് എൻ എൻഡ് ബട്ട് എ ബിഗിനിങ്. തുടക്കം മാത്രമാണ്. ഒരു മാരത്തോൺ വീഡിയോ എല്ലാ അധ്യാപകരെയും കൊണ്ട് യൂട്യൂബിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ക്ലാസ്സുകൾ യൂട്യൂബിൽ വരുന്നത് കാണുക. നിങ്ങൾ ഇപ്പോൾ വേറെ ഒന്നിനെ ആശ്രയിക്കാതെ പഠിക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. സോ നിങ്ങളുടെ റിസൾട്ടിന്റെ അവകാശമൊന്നും നമുക്ക് വേണ്ട, എങ്കിലും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. എൻ്റെയൊക്കെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സുകൾ മൊത്തം കണ്ടാൽ ആ 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ആ 20 മാർക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക്
മുകളിലത്തെ റാങ്കിൽ വരാൻ സാധിക്കും. പലരും അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. കാരണം ഗ്രാമറിന് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. 20 മാർക്ക് വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഓക്കെ, മോഡൽ ക്വസ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എത്ര മാർക്ക് വരെ സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യുക. കുറച്ച് വേഗത്തിൽ പോയി, എല്ലാ ക്വസ്റ്റിനും ചെയ്യാനുള്ള അവസരം ഞാൻ തന്നില്ല, എനിക്കറിയാം. എങ്കിലും നിങ്ങൾ ചെയ്തവരുണ്ടെങ്കിൽ അത് നിങ്ങളങ്ങനെ വീഡിയോ പോസ് ചെയ്ത് വെച്ച് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ചെയ്തു പോവുകയും ചെയ്യാം. എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ട് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, അപ്പം മാർക്ക് എത്ര കിട്ടുമെന്ന് കമന്റ് ചെയ്യണം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നമ്മുടെ ടീച്ചിങ്ങിന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങുന്നു. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.